ഹായ് നമസ്കാരം. ഉദയൻ കലാനികേതനാണ്. എന്നും വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന കലാനികേതൻ്റെ യാത്രയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നത് ഈ അടുത്ത് റിലീസായ അനന്തൻകാട് എന്ന മൂവിയിലെ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്ത സൂര്യനാരായണനാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. നിറഞ്ഞ സ്നേഹത്തോടെ സൂര്യനാരായണനെ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, സൂര്യനാരായണൻ ഒരു കലാകുടുംബത്തിൽ നിന്നാണ് വരുന്നത്. 25 വർഷക്കാലമായി മലയാള പ്രൊഫഷണൽ നാടക സമിതിയിൽ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ പള്ളിപ്പുറ കൃഷ്ണകുമാറിൻ്റെ മകൻ കൂടിയാണ് സൂര്യനാരായണൻ. നിറഞ്ഞ സ്നേഹത്തോടെ സൂര്യയെ സ്വാഗതം ചെയ്യുന്നു. സൂര്യനാരായണൻ, ഇന്നിപ്പോൾ ഈ ഒരു നാട്ടുപ്രദേശത്തെ ഒരു വലിയ സ്റ്റാറായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം, അല്ലേ? ഇപ്പോൾ ഇറങ്ങിയ അനന്തൻകാട് എന്നൊരു ബിഗ് ബഡ്ജറ്റ് മൂവി, പ്രിയപ്പെട്ട മുരളിഗോപി എഴുതി കൃഷ്ണകുമാർ സാർ സംവിധാനം ചെയ്ത ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി, വലിയൊരു ടീം, അല്ലേ? ഈ സൂര്യനാരായണൻ എന്ന മോൻ മാധവൻകുട്ടിയിലേക്ക് മാറുമ്പോഴുള്ള ഒരു മാറ്റം, ക്യാമറയ്ക്ക് മുന്നിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് മോന് കിട്ടിയത്? അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കിട്ടി. കാരണം 22 ദിവസത്തോളം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ആ ദിവസത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടി, ഒരുപാട് മോട്ടിവേഷൻസ് കിട്ടി. പിന്നെ ഒരുപാട് ആൾക്കാരെ കണ്ട് പരിചയപ്പെടാൻ പറ്റി, സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റി, ബോണ്ട് കൂടുതലാക്കാൻ പറ്റി. മുരളിഗോപി അങ്കിളായിക്കോട്ടെ, ജയകൃഷ്ണ സാർ ആയിക്കോട്ടെ, ഇന്ത്യൻ സംഘങ്ങളായിക്കോട്ടെ, ആ എല്ലാവരുമായിട്ട് എനിക്കൊരു ബോണ്ട് ക്രിയേറ്റ് ഭാഗ്യമാണ്. നല്ലൊരു ഭാഗ്യം, വലിയൊരു ഭാഗ്യമാണ്. ഫിലിമിലേക്കുള്ള എൻട്രി എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ നാടകനടനാണ്. അപ്പം അച്ഛൻ നാടകനടനാണ്, അച്ഛൻ്റെ ഫ്രണ്ട്സാണ്. അച്ഛൻ്റെ ഫ്രണ്ട് ജെയ്സൺ സാർ എന്ന് പറയും. അപ്പം ഞാൻ 5ല് അച്ഛൻ ആ സ്കൂളിൽ വെച്ച് ജെയ്സൺ സാറിനെ കണ്ടപ്പോൾ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ അപ്പം എന്നെ സാറ് നാടകം പഠിപ്പിക്കാൻ വന്നപ്പോൾ എന്നെ അതിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ പോയി ഓഡീഷൻ സെറ്റാക്കി. അപ്പം അതിൽ ഓക്കെ ആയി. എന്നിട്ട് എന്നെ നാടകത്തിൽ വിളിച്ച് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ ആദ്യമായിട്ട് ബെസ്റ്റ് ആക്ടർ കിട്ടി. അതുപോലെ തന്നെ 6ൽ എനിക്ക് പ്രവീൺ സാർ എന്ന് പറഞ്ഞ സാറാണ് നാടകം ചെയ്തത്. ആ സാറ് ഇതിലാക്കിയതും ഞാൻ ബെസ്റ്റ് ആക്ടർ വാങ്ങിച്ചു. പിന്നെ 7ാം ക്ലാസ് ഷൂട്ടായിരുന്നു സിനിമയുടെ. അപ്പം ആ ടൈമിലാണ് അച്ഛൻ ബെസ്റ്റ് ആക്ടർ വാങ്ങിച്ചെന്ന് പറഞ്ഞ് FBയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പോൾ പോസ്റ്റ് വഴിയാണ് അരുൺ സോളങ്കൻ്റെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം എനിക്ക് ഈ സിനിമ മാത്രമല്ല, എനിക്ക് നോട്ട് ക്ലിഷ ബട്ട് ക്ലിഷ എന്ന് പറഞ്ഞാൽ കൗമുദി TV-യിലെ അത് അനിയൻ്റെയും എനിക്കും അരുൺ സോള എന്നാണ് സെറ്റാക്കി തന്നത്. അതുകൊണ്ട് ചേട്ടൻ്റെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എനിക്ക് അത്രയ്ക്കൊരു സ്വന്തം ചേട്ടനുള്ള ഫീലാണ്. പിന്നെ ചേട്ടനാണ് എന്നെ സിനിമയിൽ ആദ്യമായിട്ട് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് ഫോട്ടോ അയച്ചു കൊടുത്ത് ഇതിൽ എന്നെ വിളിച്ച് എന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് ഇഷ്ടപ്പെട്ട്. പിന്നെ ഓബൈ താമരയിൽ മുരളി അങ്കിൾ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മുരളി അങ്കിളും ജയകൃഷ്ണ സാറും. എന്നാൽ ഞാൻ അവിടെ പോയി അങ്ങനെ ഫുൾ സെറ്റായി. പിന്നെ ഷൂട്ട് തുടങ്ങി. ഫസ്റ്റ് ഷൂട്ട് കുതിരമലയായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലുണ്ടായിരുന്നു. പിന്നെ വയനാട് ഉണ്ടായിരുന്നു. പിന്നെ കൈറ്റ്സിൽ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്ന് അച്ഛനോ കൂടെ? അച്ഛൻ വന്നിട്ടുണ്ട്. പിന്നെ വല്ലിച്ചന്റെ മോൻ വിഷ്ണുദേവ്. അവർക്കൊക്കെ അറിയാമോ മോനൊരു കുടുംബത്തിൽ ഉള്ളതാണെന്നും അച്ഛനൊരു ഒരു അറിയപ്പെടുന്ന വലിയൊരു നാടക കലാകാരനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമോ? ആ ഒരു പ്രചോദനം കിട്ടി അങ്ങനെ ചോദിച്ചിട്ടുണ്ട്? മുരളി ഞങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ നാടക നടനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുന്നത്? നാടക നടനാണ്. അച്ഛനായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ്. ഇപ്പൊ പുറത്ത് പടം റിലീസായി, ഹിറ്റായി, എല്ലാവർക്കും ബന്ധുക്കളെ പടം കണ്ടില്ലേ? അപ്പൊ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ചോദിക്കുവോ മാധവൻകുട്ടിയായിട്ട് ചെയ്ത മോനല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു? അങ്ങനെ ഇപ്പൊ ഞാൻ സിനിമ ഇറങ്ങിയ അങ്ങനെ പുറത്ത് ഇറങ്ങിയിട്ടില്ല. അത് കുറച്ച് ഇന്റർവ്യൂ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് പിന്നെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ കാണുന്നവരെല്ലാം പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ആയാലും വെളി ഇറങ്ങുമ്പോൾ അച്ഛനോട് ചോദിക്കണം, നീ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, സിനിമ തന്നെ ആയല്ലോ എന്നൊക്കെ ചോദിക്കും. ഇന്ത്യൻ സംഘമൊക്കെ ഫുൾ അടിപൊളിയാണ്. ഭയങ്കര നല്ല ഒരു ബോണ്ട്, നല്ല ഓപ്പൺ ആണ് പുള്ളി. നല്ല രസമാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇനി സിനിമയുടെ കാര്യങ്ങളായിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ക്യാമറയ്ക്ക് മുമ്പ് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുമ്പ് വരുന്നത്. അത് മുന്നേ വന്നിട്ടുണ്ടോ? മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഒരു ഫീലോ എന്നെ കൂടെ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ നല്ല കോൺഫിഡൻസ് ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സ്കൂളിലൊക്കെ പോയി ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു? അവിടെ നല്ല സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ? സ്കൂളിൽ സ്വീകരണമൊന്നും ഇല്ലായിരുന്നു. കാരണം അതിനുശേഷം ഞാൻ സ്കൂളിൽ പോയില്ല. പടം ഇറങ്ങിയതിനു ശേഷം ഞാൻ പോയില്ല. ഒരുപാട് സസ്പെൻസ് ഇങ്ങനെ വരാനുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ടാണ്. ടീച്ചേഴ്സ് ആയാലും ഇപ്പം ഞാൻ പണ്ട് പഠിച്ചിരുന്ന GVPS പോത്തൻകുളം സ്കൂളിലാണ്. ഇപ്പോൾ പഠിക്കുന്ന LVHS-ലാണ്. ഈ 2 സ്കൂളിലെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ്. ഇനിയിപ്പോൾ എനിക്ക് ലീവിൻ്റെ കേസ് ആയിക്കോട്ടെ, നോട്ടൊക്കെ എഴുതാൻ അങ്ങനത്തെ ഇതായിക്കോട്ടെ,
അവരെനിക്ക് സംശയം തീർത്ത് തരും. പിന്നെ ഈ മുടിയുടെ കേസായിക്കോട്ടെ എല്ലാം അവർ നല്ല സപ്പോർട്ടാണ്. ഈ ഓഡിഷനിലേക്ക് വിളിച്ചിട്ട് അപ്പോൾ പറഞ്ഞു കഥാപാത്രത്തെക്കുറിച്ചൊക്കെ മോൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മോൻ ഇന്നൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്, അങ്ങനെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അവന് ക്ലാസ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്തു തന്നിട്ടുണ്ടോ? എനിക്ക് ഈ സത്യം പറഞ്ഞ ഈ കഥ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് ക്യാരക്ടറിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു, ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. എനിക്ക് കഥയൊന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. പിന്നെ ഈ സിനിമ കാണാൻ വേണ്ടി എനിക്ക് അത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം ഇത് ഏത് റൂട്ടിലാണ് പോകുന്നത്, എങ്ങനത്തെ സ്റ്റോറിയാണെന്നൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രിപ്പറേഷൻസ് അങ്ങനെയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഫസ്റ്റ് ഡേ എനിക്ക് ചെന്നപ്പോൾ തന്നെ ടേക്കൊക്കെ പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്തു. ഫസ്റ്റ് ഡേ അല്ല സെക്കൻഡ് ഡേ ഒക്കെ പോയപ്പോഴത്തേക്ക് നല്ല പെട്ടെന്ന് ടേക്കൊക്കെ ചെയ്തു, അങ്ങനെ പോയായിരുന്നു. അല്ല വലിയ പ്രിപ്പറേഷൻസ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. നാളെ ചിത്രം റിലീസാണ്, നാളെ റിലീസാണ്. ഓക്കെ, അപ്പോൾ ഈ തലേ ദിവസം മോൻ എന്തെങ്കിലും പേടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും അങ്ങനെ ഒരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നോ? മനസ്സിൽ സത്യം പറയാം ഉറപ്പാ. എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. നന്നായിട്ട് പറയാൻ പറ്റൂല, ചെറിയ ടെൻഷൻ. ഞാനിപ്പം നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇതായി ബോറായി പോവോ എന്നെനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എല്ലാവരും എൻ്റെ അടുത്ത് നല്ല അഭിപ്രായമാണ് പറയുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുറെ പേര് വന്ന് സെൽഫി ഒക്കെ എടുത്തു, നല്ല അഭിപ്രായമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്തതിന്. കണ്ട് തീർന്നതിന് ശേഷം ആൾക്കാരൊക്കെ ഓടി വന്നു, എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞു. ഇന്നിപ്പോ വരുന്ന വഴിക്ക് ഞാനൊരു കടയിൽ എന്തോ സാധനം പിടിയും കയറിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫോട്ടോ ഞാൻ പറഞ്ഞു നമ്മളൊരു മോനാണ് എടുക്കാൻ പോകണം. അയ്യോ ഈ പയ്യനെ അറിയാം നമ്മൾ അടുത്ത ആളാണെന്ന് പറഞ്ഞു. നല്ല പടം കണ്ടു, നല്ല പടമാണെന്ന് അവർ പറഞ്ഞു. കുറച്ച് പയ്യന്മാർ ഒരു 10-20 വയസ്സായ പയ്യന്മാരാണ് എടുത്ത് കണ്ടു. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്, എന്നെ കുറിച്ചായാലും പടത്തിനെ കുറിച്ചായാലും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, കാണുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോ എന്താ പറയാ, അത്യാവശ്യം നല്ലൊരു നടനായി മാറുക എന്നുള്ളത്, എസ്പെഷ്യലി ഒരു കാര്യം പറയാം, മോന്റെ അച്ഛൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി നാളത്തെ പരിചയമുണ്ട്. അവൻ അച്ഛനടുത്ത് ഞാൻ ആദ്യം പറഞ്ഞു പടം ഇപ്പോഴൊന്നുമില്ല, മോൻ്റെ ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് പടം എന്ന് റിലീസാവോ പിറ്റേന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്ന് അന്ന് ഞാൻ പറഞ്ഞു വെച്ചിരുന്നൊരു വാക്കാണ്. പിന്നെ ഒക്കെ മോനെ, അപ്പോൾ മോന് ഇനി ഭാവി പഠിത്തം ഒപ്പം കൊണ്ടുപോകുന്നുള്ളത് ഭാവിയിൽ എന്താണ് അറിയപ്പെടുന്നത്? നടനാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എനിക്കറിയാം, എന്നാലും പറഞ്ഞു. ഓഫ്കോഴ്സ് നടനാവണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന, പിന്നെ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഇച്ചിരി ഐറ്റിയും ഈ എഡിറ്റിംഗ് ആനിമേഷൻ അങ്ങനത്തെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. പിന്നെ എന്നെ ഈ സിനിമയിൽ എനിക്കത് എടുത്തു പറയണം, ഈ സിനിമയിൽ എന്നെ സപ്പോർട്ട് ചെയ്താൽ അതിനി അസോസിയേറ്റ് ചേട്ടന്മാരായിക്കോട്ടെ, അസിസ്റ്റന്റ് ഡയറക്ടർ ചേട്ടന്മാരായിക്കോട്ടെ, ക്യാമറാമാൻ ചേട്ടന്മാരായിക്കോട്ടെ, ആരായാലും ഇനി ജയകൃഷ്ണ സാറും മുരളി ഗോപി ഞങ്ങൾ എല്ലാവർക്കും ആസ് എ ടീം ഞാൻ എല്ലാവർക്കും വളരെ താങ്ക് യു. കാരണം പിന്നെ അത്രയ്ക്ക് അവർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അരുൺ സോളന് പ്രത്യേകിച്ച്. പിന്നെ ഇന്ന് എനിക്ക് വൈകുന്നേരം ഒരു ആദരവുണ്ട്, വിവേകാനന്ദ ഒരു ക്ലബ്ബാണ്, അവരൊക്കെ ഞാൻ താങ്ക് യു പറയുന്നു. അപ്പം താങ്ക് യു. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. അച്ഛൻ 25 വർഷമായിട്ട് ഈ നാടക ഫീൽഡിലാണ്. ഇതാണ് എൻ്റെ അനിയൻ്റെ പേര് ദേവനാരായണനാണ്. അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതൊക്കെ നീ പറ, നീ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോന്ന് പറയും. ഞാൻ കൗമുദി TV-യിൽ ചെറുതായിട്ട് ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. നോട്ട് ക്ലീഷ്യ ബട്ട് ക്ലീഷ്യ എന്ന് പറയുന്ന ഒരു സീരീസ് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ ഫിലിമിലേക്ക് വന്നു, അതിനുശേഷം മോൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ ചേട്ടൻ്റെ കാര്യങ്ങൾ ചോദിച്ചായിരുന്നോ? ഓ ചോദിച്ചായിരുന്നു. എന്താ പറഞ്ഞു? കയറി വരട്ടെ. ടീച്ചേഴ്സ് ചോദിച്ച് ചേട്ടാ സിനിമ അഭിനയിച്ച ഞാൻ കണ്ടായിരുന്നു എന്ന് ഇറങ്ങണേന്നൊക്കെ ചോദിച്ചു. എന്താ പറഞ്ഞു? ഞാൻ 25-ാം തീയതി ഇറങ്ങണ റിലീസ്. കണ്ടിട്ട് ടീച്ചേഴ്സ് വിളിച്ചായിരുന്നോ? ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചായിരുന്നോ? ഇല്ല, കണ്ടിട്ട് വിളിച്ചില്ല. അപ്പൊ സ്കൂളിൽ പോയില്ല, അതിനുശേഷം പോയില്ല, അവധിയൊക്കെ ആയിരുന്നു. അപ്പൊ തിങ്കളാഴ്ച സ്കൂളിൽ പോകുമ്പോൾ വിശേഷങ്ങൾ പറയണം. ഇങ്ങനെ വീട്ടിലെ ഇന്റർവ്യൂ ഒക്കെ ആൾക്കാർ വന്നു, പടം കണ്ടു, എല്ലാവരും നല്ല അങ്ങനെയൊക്കെ പറയൂലേ? അച്ഛന് കൂടുതൽ സമയം വീട്ടിലൊന്നും ഉണ്ടാവാറില്ല അല്ലേ? പ്രോഗ്രാംസോടൊക്കെ കൂടുതൽ പുറത്താണ്. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയാണ്, വിഷമങ്ങളെ കൊണ്ടോ അച്ഛനെ കാണണോ അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? രാത്രി കരങ്ങിട്ട് വരണ്ടോ അച്ഛനെ കാണാൻ? പിന്നെ അമ്മ ഇപ്പം ജോലിക്ക് പോയിരിക്കുകയാണ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് സൂപ്പർവൈസർ ആയിട്ടാണ് അമ്മ വർക്ക് ചെയ്യുന്നത്. ഇതാണ് എന്റെ ഫാമിലി. അച്ഛൻ പ്രോഗ്രാമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ എന്തായാലും കൊണ്ട് തരാറൊക്കെ ഉണ്ടോ? സത്യം പറയണം, കള്ളം പറയരുത്. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും കൊണ്ടുവരില്ല. ഞാൻ പറയട്ടാ, അമ്പലപ്പുഴ പോയിട്ട് വരുമ്പോ അമ്പലപ്പുഴ പൈസ കൊണ്ടുവരും. ഇതിൽ ആരാ പാട്ട് പാടുമെന്ന് പറഞ്ഞായിരുന്നു? ആരാണ് പാട്ട് പാടുന്നത്? അച്ഛനടുത്ത് പറയാനുള്ള മക്കൾ ആരാണെന്ന് പറഞ്ഞില്ല, പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വരി നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി 2 വരി ചേർന്ന് പാടിക്കേ. പാട്ട് അറിയില്ല, അറിഞ്ഞൂടാ. മറ്റെന്തെങ്കിലും? ജമ്പ അറിയാൻ, പിന്നെ ഡ്രംസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. മിമിക്സ് അങ്ങനെ ഇമിറ്റേഷൻ അങ്ങനെ ഇല്ല. ഡാൻസ്
അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാറും ഫാമിലിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. കൃഷ്ണകുമാരേട്ടാ, എന്താണ് മക്കളെക്കുറിച്ച്, മക്കളുടെ ഭാവിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ അച്ഛനെക്കാട്ട് അറിയപ്പെടുന്ന മക്കളായി മാറിയാണ്, അങ്ങനെ എന്തെങ്കിലും അസൂയ എന്തെങ്കിലും? അല്ല, മക്കളെ ഭാവിയെക്കുറിച്ച് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടാവും അല്ലേ, മക്കൾ ഇന്നതാവണം, അത് രീതിയാവണം. പിന്നെ അവരുടെ ഇഷ്ടം, അവർക്ക് ഇപ്പോൾ ഏതിലാണോട് താല്പര്യമുള്ളത് അതിലോട്ട് അവർ പോട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അവരെ രീതിക്ക് വിട്ടുകൊടുക്കുകയാണ്. ഒപ്പം പഠിത്തം കൂടെ അതേപോലെ കൂടെ കൊണ്ടുപോകണം. ഈ കലാരംഗത്ത് നിൽക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പഠനവും അതോടൊപ്പം തന്നെ മുന്നോട്ട് പോകണം. ഇപ്പോൾ വൈഫില്ല, അവളൊരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യണം. ഇപ്പോഴും കൊണ്ട് പോയിക്കണം. അവൾ ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് എത്തുള്ളൂ. ഇപ്പോൾ ഇത് മൂത്തവനാണ് സൂര്യനാരായണൻ, ഇത് ഇളയവൻ ദേവനാരായണൻ. രണ്ടുപേരും കലാകാരന്മാരാണ്. ഞാൻ ചെറിയൊരു നാടക പ്രവർത്തകനാണ്. വലിയൊരു നാടക കലാകാരനാണ്. ഇങ്ങനെ പോകുന്നു. ചിലപ്പോൾ ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങാനുള്ള കാരണം തന്നെ എൻ്റെ ചേട്ടൻ ഒരു നടനായിരുന്നു. നടൻ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലല്ല, അമച്ചർ മാസ്റ്റർ, കോളേജ് സ്കൂൾ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നു. ചേട്ടൻ ഇപ്പം മരണം വിട്ടിട്ട് 1 വർഷമായി. പിന്നെ ഇതിനൊക്കെ കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മാമനുണ്ട്, ചന്ദ്രഗുപ്തൻ എന്ന് പറയും. പുള്ളിക്കാരനാണ് എന്നെ ഈ രംഗത്തോട്ട് വരാൻ കാരണം തന്നെ അദ്ദേഹം തന്നെയാണ്. അങ്ങനെ ഈ ഫീൽഡുമായിട്ടങ്ങ് ബന്ധപ്പെട്ട് ഇങ്ങ് പോകുന്നുണ്ട്. എന്തായാലും കൃഷ്ണ അതിന് ഒരുപാട് സന്തോഷം. കാര്യം മക്കളെയും അല്ലെ ഫാമിലിയൊക്കെ നേരത്തെ പരിചയം ഉണ്ടെങ്കിലും ഒരുപാട് വിശേഷങ്ങൾ അറിയാൻ സാധിച്ചു. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇന്ന് ഞായറാഴ്ചയാണ്, ഒരുപാട് തിരക്കുകളുണ്ടെന്നറിയാം. എന്നാലും ഞങ്ങളുടെ ചാനലിന് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിലപ്പെട്ട സമയം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മകൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനും ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് സംസാരിക്കാനും വന്നതിൽ കലാനികേതനോടും എൻ്റെ പ്രിയ സുഹൃത്ത് ഉദയനോടും എൻ്റെ കൊച്ചനുജൻ ക്യാമറമാനോടും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദിയുണ്ട്. നമസ്കാരം.